ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പോക്സോ കേസ്, അതും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു 10 വയസ്സുകാരനായ നേരെ ലൈംഗിക ചൂഷണമുണ്ടായത്. പോക്സോ കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായി. പാലക്കാട് പുതുനഗരം ചെട്ടിയത്തുകുളമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ഷാജിയാണ് പിടിയിലായത്. കൊടുവായൂരിൽ കായിക ഉപകരണങ്ങൾ വിൽക്കുന്ന കട നടത്തുന്നയാളാണ് പ്രതി ഷാജി. ജേഴ്സി വാങ്ങാൻ കടയിലെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇയാൾ ഉപദ്രവിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പാലക്കാട് ഈ സമീപ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ ഉള്ള ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അരങ്ങേറിയ നാടാണ്. അവിടെ നിന്നാണ് ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറി മറ്റൊരു പോക്സോ കേസിൽ അറസ്റ്റായിരിക്കുന്നത്. ഇതെന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ്? കാരണം പ്രത്യേകിച്ച് അറിയാം, ഭരണകക്ഷിയിൽപ്പെട്ട നേതാവായതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള കേസ് അട്ടിമറി ശ്രമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കർശനമായ നടപടി ഉണ്ടായിട്ടുണ്ട്. പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ചൊവ്വാഴ്ച രാവിലെയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഇവിടെ കൊടുവായൂർ ഉണ്ടാകുന്നത്. കൊടുവായൂർ സ്പോർട്സ് കട നടത്തിയിരുന്ന ഷാജിയുടെ അവിടെ ഒരു ജേഴ്സി എടുക്കാൻ വേണ്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വരുന്നു. അത് ആൺകുട്ടിയാണ്. ആൺകുട്ടി വരുന്നു. ആൺകുട്ടിയെയാണ് ഈ ബ്രാഞ്ച് പുതുനഗരം ചെട്ടിയത്ത് കുളമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ആയ ഷാജി അവിടെ കുറച്ചു കാലങ്ങളായിട്ട് സ്പോർട്സ് കട നടത്തി വരുന്നുണ്ട്. ആ ഷാജിയാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കുട്ടിയെ ഇരയാക്കാൻ ശ്രമിച്ചത്. ഭയന്ന് പേടിച്ച കുട്ടി വീട്ടിൽ പോയി പറയുകയും വീട്ടുകാരോട് പറഞ്ഞ ശേഷം വീട്ടുകാർ ഇത് കാര്യം അന്വേഷിക്കുകയും ഇത് സംഭവം സത്യമാണെന്ന് മനസ്സിലായ ശേഷം പുതുനഗരം പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുകയും പുതുനഗരം പോലീസും അന്വേഷിക്കുന്ന സമാന്തരമായ രീതിയിൽ തന്നെ CPM-ലും ഇത് അന്വേഷണം വരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ട് CPM-ലും ഒരു അന്വേഷണം വരുന്നുണ്ടായിരുന്നു. CPM-ലും പോലീസ് കേസെടുത്തതിന് ശേഷം CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കിയായിരുന്നു. CPM-ൽ നിന്ന് പുറത്താക്കിയെന്ന് പാർട്ടി ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ കേസ് ഊർജിതമായി തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് രക്ഷിതാക്കളും പറയുന്നത്. യെസ്, എന്തായാലും CPM ഇയാളെ പുറത്താക്കിയിട്ടുണ്ടല്ലോ പ്രജിത്ത്. ഇത് CPM-നെ സംബന്ധിച്ച് ഏറെ പ്രതിരോധത്തിലായൊരു സാഹചര്യമുണ്ട്. കാരണം ഒരു വശത്ത് പാലക്കാട് MLA-ക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുമ്പോഴാണ്, അതായത് MLA സ്വന്തം നാട്ടിൽ കയറ്റില്ല, നിയോജകമണ്ഡലത്തിലെ പരിപാടികളിൽ പോലും പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മാത്രമല്ല അയാൾക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ അരങ്ങേറുന്ന സാഹചര്യത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി CPM നേതാവ് അറസ്റ്റിനായത് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയല്ലേ? അതാണ് പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതുപോലെ കൂട്ടത്തിനെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞും ഭയങ്കരമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല കോളാമ്പി പ്രശ്നങ്ങൾ CPM-ഉം DYFI-യും അതിലത്തെ ഒരു നേതാവാണ് ഇപ്പോൾ പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് ഈ പോക്സോ കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായിരിക്കുന്ന ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്.